ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് സൺഡേ അല്ലേ? അപ്പോൾ സൺഡേ ആയിട്ട് ഇന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകാൻ ഇന്ന് എവിടെയാണെന്നറിയാമോ? ഞങ്ങളെപ്പോഴും പിന്നെ ഈ സറൗണ്ടിങ് ഒക്കെ അല്ലേ കിടന്ന് കറങ്ങുന്നേ. ഇന്ന് കുറച്ച് ദൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. കമ്മനള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പിള്ളേർ മന്തി കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ചെറിയൊരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് അതിൻ്റെ ഹോട്ടലിനെ കുറിച്ചിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അവിടെ ഇപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ ഭക്ഷണം കൊള്ളാമെന്ന് പറയാത്ര തന്നെ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ടേസ്റ്റ് നിങ്ങൾ പോകുന്ന സമയത്ത് ഉണ്ടാവുമെന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോട്ടലിൻ്റെ പേരുകളൊന്നും അങ്ങനെ പറയാറില്ല. ഞാൻ സ്ഥലപ്പേര് പറയുന്നില്ലെന്ന് എല്ലാവരും പരാതി പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഓരോ സ്ഥലപ്പേര് ഇങ്ങനെ പറയും. അപ്പം കമ്മനള്ളി പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറുണ്ട് കമ്മനള്ളിക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് എത്തിയപ്പോഴേ ലേറ്റായിരുന്നു. പിന്നെ വന്നിട്ടൊന്ന് റെഡിയായി വെച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കമ്മനള്ളി പോയിട്ട് വന്നാലോ? അപ്പോൾ എന്തായാലും ഇന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം അങ്ങോട്ട് പോകുന്നത്. കുറേ വർഷമായി അങ്ങോട്ട് പോയിട്ട്. എന്നാൽ ശരി, എന്നാൽ ആ റൂട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ? കമ്മനള്ളി സൈഡിലൊക്കെ കൂടുതൽ ഹോട്ടലുകളുണ്ട്. ആക്ച്വലി ഈ ട്രാഫിക്കൊക്കെ പേടിച്ചിട്ടാണ് കൂടുതൽ അങ്ങോട്ട് പോകാൻ മടിക്കുന്നതിൻ്റെ കാര്യം. എപ്പോഴും ഈ സറൗണ്ടിങ്ങിൽ തന്നെ കടന്ന് കറങ്ങുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ശരി, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്. ഇപ്പം കഴിഞ്ഞ് 2-3 ആഴ്ചയായിട്ട് എല്ലാ ഞായറാഴ്ച ഇപ്പം പുറത്ത് തന്നെ പോകുന്നത്. ഇപ്പം വീട്ടിൽ സൺഡേസ് ഭക്ഷണം ഉണ്ടാക്കൽ തീരെ കുറവ്. ഒന്നാമത്തെ കാര്യം, പള്ളിയിൽ പോയിട്ട് വന്നിട്ടുള്ള പാചകം ഭയങ്കര മടിയാണ്. അതിൻ്റെ കൂടെ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഈ വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ടേ ഞാൻ ഒരു സൺഡേ ഒക്കെ ആകുമ്പോഴത്തേന് എനിക്ക് മെൻ്റലി ഭയങ്കര ഒരു ഡിസ്റ്റർബൻസാണ്. എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി എന്നായിപ്പോവും. ആ ഒരു സിറ്റുവേഷനാണ്. വീട്ടിനകത്ത് തന്നെ ഇരുന്നിട്ടങ്ങ് മടുത്തുവന്നേ. ഭയങ്കരമായിട്ടൊരു മടി പിടിച്ചൊരവസ്ഥയാണ്. അതുകൊണ്ടിപ്പം ഞായറാഴ്ച കഴിയുന്നതും അങ്ങ് പുറത്ത് പോകാനെ കൊണ്ട് വിചാരിക്കും. അത് തന്നെയല്ല, ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ പാചകം ചെയ്ത് ഭക്ഷണം കഴിച്ചെല്ലാം കഴിയുമ്പോഴത്തേന് മണി 3-3:30 അത് കഴിയുമ്പോൾ പിന്നെ ക്ഷീണമായി, പിന്നെ കുറച്ച് നേരം കിടക്കും. അങ്ങനെയൊക്കെ ആ ദിവസം അങ്ങ് പോകും. അപ്പോൾ ഞായറാഴ്ച ദിവസം പുറത്തോട്ട് ഇറങ്ങത്തില്ല. അത് കഴിയുമ്പോൾ പിറ്റേ ആഴ്ച ആകുമ്പോഴത്തേന് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ശരിയെന്ന് പറഞ്ഞ് അമ്മച്ചും ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഇപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുന്നത് കേട്ടോ. ഇവിടുത്തെ ചില റോഡുകളൊക്കെ വന്നിട്ട് ചെറിയ റോഡുകളാണ്. ചില റോഡുകളാണെങ്കിൽ വലിയ റോഡുകളാണ്. കുറേ നേരമായിട്ട് വണ്ടിക്കകത്ത് ഇരുന്നിരുന്ന് മടുത്തു. ഇനിയിപ്പോൾ ഇവിടെ ഹെബ്ബാൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. ഇവിടുന്ന് ഇനി ഹെന്നൂർ വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ഥലപ്പേരൊക്കെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ എപ്പോഴും പരാതി പറച്ചില്ലല്ലേ, ബീന ഒരിടത്ത് പോയാലും സ്ഥലപ്പേര് പറയത്തില്ലെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഓരോരോ സ്ഥലത്തിൻ്റെയും പേര് പറയുന്നത്. എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ബാംഗ്ലൂരിൽ എല്ലാ സ്ഥലപ്പേരും അറിയാമെന്ന് എൻ്റെ കൂട്ടുകാർ തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ചില സ്ഥലങ്ങളുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. അറിയുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പറയുന്നതായിരിക്കും. അങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് എന്തായാലും ഇവിടെ എത്തി. ഈ റൂട്ട് അധികം വരാഞ്ഞതുകൊണ്ട് കുറച്ചൊക്കെ റൂട്ട് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു. അങ്ങനെ എന്തായാലും ഞങ്ങൾ കമ്മനള്ളി അടുത്തെത്തി കേട്ടോ. ഇവിടെ കമ്മനള്ളി റോഡിലേക്ക് ഞങ്ങൾ കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോകണം. ഇനി ഒരു 2 മിനിറ്റ് കൂടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യക്കുറവ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. മൊത്തത്തിൽ വണ്ടികൾ നിർത്തി വെച്ചേക്കും. ഞങ്ങൾ കുറേ നേരമായിട്ട് ഈ കാറൊന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റിൽ എന്തായാലും ഞങ്ങൾക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഇത് കിട്ടിയത് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ്. ഇനി ഇവിടെ വന്നതിന് ശേഷം ഇനി എത്ര നേരം ഇരിക്കണം എന്നുള്ളത് അറിയത്തില്ല. ഇവിടെ നിന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല റഷുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അവർ കുറച്ച് അച്ചാറും അതുപോലെ തന്നെ മയനൈസൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ കുറേ നേരം കൊണ്ട് കുറേ അച്ചാറൊക്കെ തൊട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൺഡേ രാവിലെ പള്ളിയിൽ പോയപ്പോഴേ ഒന്നും കഴിക്കാതെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അങ്ങനെ റെഡിയായിട്ട് വന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ മന്തി വന്നു. 5 ഫ്ലേവർ മന്തി ഓർഡർ ചെയ്തു. ഓരോരുത്തരും ഓരോന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോരോ ടേസ്റ്റ് ആയിട്ടുള്ളത് ഓർഡർ ചെയ്തു. അങ്ങനെ അപ്പൂസും എല്ലാവരുടെയും പാത്രത്തിൽ നിന്ന് കുറേശ്ശെ എടുത്ത് എല്ലാ ചിക്കൻ്റെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ പല വെറൈറ്റി ട്രൈ ചെയ്തെങ്കിലല്ലേ ഓരോന്നിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. എനിക്ക് മന്തി റൈസിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഈ പിള്ളേർ മന്തി ഹൗസ് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. പക്ഷേങ്കിൽ ചിക്കൻ ഉള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറൂടെ എടുത്ത് വെച്ച് ഞാൻ അവരുടെ കൂടെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് താഴെ വരുമ്പോൾ അവിടെ താഴായിട്ട് ടീ വെച്ചിട്ടുണ്ട്, ലൈം ടീ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ കറുകപ്പട്ടയും പിന്നെ നാരങ്ങയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ട് ഡൈജസ്റ്റ് ആവാൻ ഏറ്റവും നല്ലതാണ്. ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോഴത്തേന് എന്തോ നേരം എന്നിട്ടും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പൂസിന് എന്തോ ജെർസി വേണമെന്ന് പറഞ്ഞാൽ വെച്ച് ഇവിടെ കയറി. അങ്ങനെ അവനൊരു ജെർസി മേടിച്ചു. അത് കഴിഞ്ഞ് വെച്ച് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ അവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ശരിയെന്ന് പറഞ്ഞാൽ ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ റോഡൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ബാംഗ്ലൂരാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാലും ബാംഗ്ലൂരിൽ എന്തോരം സ്ഥലങ്ങൾ പോകാനുള്ളതുണ്ടെന്നറിയാമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ കൂടെ ഒന്നാമത് ഈ ട്രാഫിക്കൊക്കെ പേടിച്ചിട്ടാണെങ്കിൽ അധികം അങ്ങനെ ദൂരോട്ട് അങ്ങനെ പോകൽ കുറവാണ്. കാറും എടുത്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൊണ്ട് ട്രാഫിക്ക് പേടിച്ചിട്ടാണ് ഒന്നാമത്തെ കാര്യം ദൂരയാത്ര ഇത് ചെയ്യുന്നത്. പക്ഷേങ്കിൽ എപ്പോഴും ഒരേ സറൗണ്ടിങ്ങിലല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഈ കമ്മനള്ളി സൈഡിലേക്ക് വന്നത്.
അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കോൺ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കോൺ ഐസ്ക്രീമിന് എല്ലാവരും പല വെറൈറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അപ്പൂസിനും ആൽവിക്കും അവർക്ക് രണ്ടുപേർക്കും ചോക്ലേറ്റ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും ചോക്ലേറ്റ് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാംഗോ ഐസ്ക്രീം ഓർഡർ ചെയ്തു. അങ്ങനെ അവന്മാർ രണ്ടുപേരും ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മാംഗോ കിട്ടി. അത് കഴിഞ്ഞിട്ട് ബിദിക്കുട്ടനാണെങ്കിൽ ആദ്യം എനിക്ക് മാംഗോ ഐസ്ക്രീം എടുത്തിട്ടേ ആദ്യം അവൻ ടേസ്റ്റ് നോക്കുന്നു, കൊള്ളാമെങ്കിൽ മാംഗോ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ പറഞ്ഞാൽ ശരി കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനും മാംഗോ ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം. ആക്ച്വലി ഇവിടെ സമയം ഇപ്പം 4:30 മണി കഴിഞ്ഞു കേട്ടോ. കാരണം ഞങ്ങൾ ഇവിടെ ഹോട്ടലിൽ എത്തിയപ്പോഴത്തേനെ 2:15 എന്തോ ആയിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറോളം വെളിയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് അകത്ത് കയറി കഴിഞ്ഞ് പിന്നെ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഓർഡർ ചെയ്തതിന് ശേഷം പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭക്ഷണം ഞങ്ങളുടെ അടുത്ത് വന്നപ്പോഴത്തേനും മണി 3 പിന്നെ ആഹാരം എല്ലാം കഴിച്ച് ഇവിടെ താഴെ ഇറങ്ങിയപ്പോഴത്തേനും മണി 4 കഴിഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൂസിന് ജെർസി മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറേ നേരം ഇവിടെ ഇങ്ങനെ നിന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം പോയതേ അറിഞ്ഞിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ സമയം ഇപ്പം 5 മണി കഴിഞ്ഞു. ഇനി ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേന് 6 മണി കഴിയും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.